Welcome to semester 3 Complementary Electronics BSc Physics Main students. Complementary Electronics semester 3 and this is unit 7 sinusoidal oscillators continuation, and today we see in class number E21 Hartley oscillator. Hartley oscillator. We are studying oscillators and have seen the tuned base oscillator, tuned collector oscillator, etc. And today now we see the Hartley oscillator, and it is a very important topic for all examinations. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഹാർട്ട്ലി ഓസിലേറ്ററാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഓസിലേറ്ററാണ്. എക്സാമിനേഷന് ഒരു സ്ഥിരം ക്വസ്റ്റ്യനായിട്ട് വരുന്നതാണ് ഹാർട്ട്ലി ഓസിലേറ്റർ. സെമിസ്റ്റർ 3 Complementary Electronics. So what is a Hartley oscillator? What is a Hartley oscillator? The Hartley oscillator design uses two inductive coils in series with a parallel capacitor to form resonance tank circuit producing sinusoidal oscillations. The Hartley oscillator design uses two inductive coils in series with a parallel capacitor to form. It is a resonance tank circuit producing sinusoidal oscillations. അപ്പോൾ നമുക്കറിയാം, ഒരു ഓസിലേറ്ററിൽ എപ്പോഴും ഒരു ടാങ്ക് സർക്യൂട്ട് വേണം. ഇവിടെ ടാങ്ക് സർക്യൂട്ട് ഒരു കോയിലും ഒരു കപ്പാസിറ്റിക്ക് പകരം രണ്ട് കോയിൽ സീരീസ് ആയിട്ട് രണ്ട് കോയിൽ സെൻറ്റർ ടാപ്പ് ചെയ്യും. അതുമായിട്ട് പാരലായിട്ട് കപ്പാസിറ്ററുണ്ട്. അപ്പോൾ ടാങ്ക് സർക്യൂട്ട് എൽ സി തന്നെ, പക്ഷേ എൽ സ്പ്ലിറ്റാണ്, രണ്ടായിട്ട് സ്പ്ലിറ്റ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ട്രാൻസിസ്റ്ററും വേണം. സോ ദ സെൻറ്റൻസ് ഈസ് ദി ഹാർട്ട്ലി ഓസിലേറ്റർ ഡിസൈൻ യൂസസ് ടു ഇൻഡക്റ്റീവ് കോയിൽസ്, ദാറ്റ്സ് എ പോയിന്റ്, in series with a parallel capacitor to form its resonance tank circuit producing sinusoidal oscillations. And here is a circuit. ഇതാണ് അതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം. നമ്പർ ഓഫ് ടൈപ്സ് ഉണ്ട് സർക്യൂട്ട് ഡയഗ്രാം. അതിൽ ഒരു മോസ്റ്റ് കോമൺ, മോസ്റ്റ് സിമ്പിൾ ഡയഗ്രാം വരച്ചിരിക്കുകയാണ്. സർക്യൂട്ട് ഡയഗ്രാം ഓഫ് ഹാർട്ട്ലി ഓസിലേറ്റർ. നോക്കിയ ട്രാൻസിസ്റ്റർ ഉണ്ട് NPN. അതിനകത്ത് താഴെ RE ആൻഡ് CE സ്റ്റെബിലൈസേഷൻ കപ്പാസിറ്റി CE, പിന്നെ എമിറ്റർ റെസിസ്റ്റർ മുകളിൽ റെസിസ്റ്ററിന് പകരം ഒരു റേഡിയോ ഫ്രീക്വൻസി ചോക്കാണ്, RFC എന്ന് ചെയ്തിട്ടുണ്ട്. RFC എന്ന് പറഞ്ഞാൽ റേഡിയോ ഫ്രീക്വൻസി ചോക്ക്. ഔട്ട്പുട്ട് കളക്ടറിൽ നിന്നാണ് എടുക്കുന്നത്. ഔട്ട്പുട്ട് ടെർമിനൽ കളക്ടറിൽ നിന്ന് എടുക്കും. അവിടെ LC സർക്യൂട്ടുണ്ട്, LC. അപ്പോൾ LC സർക്യൂട്ടാണ് ഇലക്ട്രിക്കൽ ഓസിലേഷൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ LC സർക്യൂട്ടിൽ L1 L2 രണ്ട് കോയിലാണ് സ്പ്ലിറ്റ് ചെയ്തിരിക്കുകയാണ്. നടുക്ക്, അല്ലെങ്കിൽ ഒറ്റ കോയിൽ നടുക്ക് സ്പ്ലിറ്റ് ചെയ്ത് രണ്ട് കോയിൽ ആക്കി മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ ടെർമിനൽസ് ഞാൻ 1, 2, 3 എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ XYZ എന്ന് എഴുതാം. XYZ ഓർഡർ തന്നെ വേണമെങ്കിൽ എഴുതാം. XYZ എന്ന് എഴുതാം. അങ്ങനെയാണ് നമ്മുടെ ഡിസ്കഷനകത്ത് വരുന്നത്. ഇവിടെ 1, 2 താഴെ 3 മിഡിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ X എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നോട്ടിനകത്ത് വരുമ്പോൾ ചിലപ്പോൾ ഒരു ചെറിയ വ്യത്യാസം വരും. അപ്പോൾ ഒന്നാമത്തത് ആ ടോപ്പും താഴെ മിഡിലുമായിട്ട് XY, താഴെ YZ അങ്ങനെ വായിക്കാം. എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ നിങ്ങൾ അതിപ്പോൾ തിരുത്തിയാൽ മതി. 1, 2, 3 എന്നല്ല, XYZ എന്നാണ് ഡിസ്കഷനിൽ പറയുന്നത്. ചിലപ്പോൾ Y എന്നുള്ളത് നടുക്ക് വന്നെന്ന് വരാം, നിങ്ങളൊന്ന് ചെക്ക് ചെയ്യണം. പിന്നെ ബേസിലേക്ക് നമ്മുടെ യൂഷ്വൽ ബൈസിംഗ് റെസിസ്റ്റൻസ് R1 R2 ഉണ്ട്, ഒരു കപ്പാസിറ്റർ C1 ഉണ്ട്. അപ്പോൾ അതിലേക്കാണ് ഫീഡ്ബാക്ക് വോൾട്ടേജ് ചെല്ലുന്നത്. ഫീഡ്ബാക്കാണ്, കാരണം ഇത് ഒരു പോസിറ്റീവ് ഫീഡ്ബാക്ക് സർക്യൂട്ടാണല്ലോ. ആംപ്ലിഫയർ വിത്ത് എ പോസിറ്റീവ് ഫീഡ്ബാക്ക്, അതാണ് ഓസിലേറ്റർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് ആ LCയിൽ നമ്മുടെ L1 L2 ഉണ്ടല്ലോ, LCയിൽ ആ ടാങ്ക് സർക്യൂട്ടിൽ നിന്നൊരു വയറെടുത്ത് നമ്മളൊരു കപ്പാസിറ്റി വഴി, ഇൻപുട്ട് കപ്പാസിറ്റർ വഴി ആണ് ബേസിലേക്ക് പോകുന്നത്. ഇതാണ് സർക്യൂട്ട് ഡയഗ്രാം. അപ്പോൾ എവിടെ നിന്നാണ് ഓസിലേഷൻ ഉണ്ടാകുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് എവിടെയാണ്? അത് കോയിൽ L1 കിട്ടും നമുക്ക്. അത് ഇലക്ട്രോമാറ്റിക് വേവ്സ് ആണെങ്കിൽ അത് പ്രത്യേകം റെപ്രസെൻറ്റ് ചെയ്യേണ്ട. നേരെ മറിച്ച് നമുക്കൊരു AC ഫ്ലക്ച്വേഷൻ ആണെങ്കിൽ ഇത് എപ്പോഴും ഹൈ ഫ്രീക്വൻസി ആണ് ഇവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക് വേവ്സ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കും ആ കോയിലിൽ നിന്ന്, LCയിൽ നിന്ന്. അപ്പോൾ അത് അവിടെ കാണിക്കേണ്ട കാര്യമില്ല. ഔട്ട്പുട്ട് ടെർമിനൽ ഇലക്ട്രോമാറ്റിക് വേവ്സ് ആണ്. മെഗാ ഹെർട്സിലാണ് ഒരു ഹാർട്ട്ലി ഓസിലേറ്റർ വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, മെഗാ ഹെർട്സ്. അപ്പോൾ ഹാർട്ട്ലി ഓസിലേറ്റർ ടാങ്ക് സർക്യൂട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് കാണിച്ചിരിക്കുകയാണ് ഇവിടെ. In the Hartley oscillator, the tuned LC circuit connected between collector. ഇപ്പോൾ ഹാർട്ട്ലി ടാങ്ക് സർക്യൂട്ട് ആകട്ടെ, ടാങ്ക് സർക്യൂട്ട് C ഔട്ട്പുട്ട് എടുക്കുന്ന നോക്കി, അത് നടക്കുന്നെടുക്കാം. മുകളിലത്തെ കോയിൽ L1, താഴത്തെ L2. പിന്നെ അത് സ്പ്ലിറ്റ് ചെയ്ത് കാണിച്ചിരിക്കുന്നത്, സ്പ്ലിറ്റ് കോയിലായിട്ട് കാണിച്ചിരിക്കുകയാണ് രണ്ടാമത്തെ പടത്തിൽ. പകുതി L1 ആയിട്ട് വരും, ബാക്കി പകുതി L2 ആയിരിക്കും. കോയിലുണ്ട്, കപ്പാസിറ്റി ഉണ്ട്.
So, in the Hartley oscillator, the LC circuit is connected between the collector and the base of a transistor amplifier. As far as the oscillator voltage is concerned, the emitter is connected to a tapping point on the tuned collector coil. അപ്പോൾ tuned collector coilന്റെ താഴെയാണ് നമ്മൾ emitter കണക്ട് ചെയ്യുന്നത്. The feedback part of the tuned tank circuit is taken from the center tap of inductor coil. ആ സെൻറ്റർ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എർത്ത് കണക്ഷനാണ്. അവിടുന്ന് L2 വോൾട്ടേജാണ്. L2ലെ വോൾട്ടേജാണ് ഫീഡ്ബാക്ക് വോൾട്ടേജായിട്ട് മാറുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. The feedback part of the tuned LC tank circuit is taken from the central tap of the inductor coil or even two separate coils in series which are parallel with a variable capacitor C. അപ്പോൾ ഒരു കോയിൽ L ഉപയോഗിച്ച് സ്പ്ലിറ്റ് ചെയ്ത് ഉപയോഗിക്കാം നടുക്കുന്ന, അല്ലെങ്കിൽ രണ്ട് L1 L2 കോയിൽ ഉപയോഗിച്ചാലും മതി. The Hartley circuit is often referred to as a split inductance oscillator. സ്പ്ലിറ്റ് കോയിൽ ഓസിലേറ്റർ എന്നാണ് വിളിക്കുന്നത്. കാരണം കോയിൽ സ്പ്ലിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. Because coil L is center tapped, in effect, inductance L acts like two separate coils in very close proximity with the current flowing through coil section XY induces a signal into coil section YZ. അപ്പോൾ ഓർഡർ എന്താണെന്ന് അറിയാമോ? XYZ എന്ന് നേരെ റിപ്പോർട്ട് മാർക്കാണ്. XYZ. അപ്പോൾ നോക്കി, ഞാൻ പടത്തിലേക്ക് ഒന്നുകൂടി പോയി കാണിക്കാം. ഇവിടെ 1, 2, 3 2 താഴെ ആയിരിക്കുന്നത് ആ 2Z ആയിട്ട് വരണം. 2Z ആയിട്ട്. അപ്പോൾ മുകളിൽ 1X, താഴെയുള്ള 3 എന്നുള്ളത് Y, അതിന് താഴെയുള്ള 2 എന്നുള്ള Z, XYZ ഓർഡർ എന്ന് മാർക്ക് ചെയ്താൽ നമുക്ക് ഇത് കറക്റ്റായിട്ട് വായിച്ച് പോവുക. XYZ ഓർഡർ തന്നെ ഇത് റിപ്പോർട്ട് 1, 1, 3, 2 എന്നുള്ളത് XYZ ആണ്. അപ്പോൾ ആ ഓർഡറിലാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. When the circuit is oscillating, the voltage at a point X collector, അതിന് മുമ്പിലത്തെ പാരഗ്രാഫ് നമ്മൾ വായിച്ചതാണ്. ഇതാണ് the Hartley circuit is often referred to as a split inductance oscillator because coil L is center tapped. In effect, inductance cells L acts like two separate coils very close proximity. വളരെ അടുത്തിരിക്കുന്ന കോയിലാണ് എന്ന് വിചാരിക്കാം. വിത്ത് ദി കറണ്ട് ഫ്ലോയിങ് ത്രൂ കോയിൽ സെക്ഷൻ XY induces a signal into coil section YZ below. ഇപ്പോൾ XYZ ഓർഡർ മാർക്ക് ചെയ്യാം. A Hartley oscillator എന്ന് മതി. A Hartley oscillator circuit can be made from any configuration that uses either a single tapped coil similar to an auto transformer. ഓട്ടോ ട്രാൻസ്ഫോർമറൊക്കെ നിങ്ങൾ പഠിച്ച് കാണും, അത് അറിയാൻ പാടില്ലെങ്കിലും ഇവിടെ പ്രശ്നമില്ല, അത് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. or a part of series connected coil in parallel with a single capacitor as shown in the figure above, not below, shown above. When the circuit is oscillating, the voltage at a point X collector related to point Y emitter is 180 degree out of phase with the voltage at point Z base related to point Y. At the frequency of oscillation, the impedance of the collector load is resistive and an increase in base voltage causes a decrease in the collector voltage. അതാണ് ഇതിൻ്റെ ആക്ഷൻ, ട്രാൻസിസ്റ്റർ ആക്ഷൻ. Thus, there is a 180 degree phase change in the voltage between the base and the collector, and this is along with the original 180 degree phase shift in the feedback loop provides the phase relationship of positive feedback for oscillations to be maintained. നമുക്കറിയാം ഓസിലേറ്റർ പോസിറ്റീവ് ഫീഡ്ബാക്ക് ഓസിലേറ്ററാണ്, പോസിറ്റീവ് ഫീഡ്ബാക്ക് ആംപ്ലിഫയർ ആണ്. പോസിറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിൽ, അല്ലെങ്കിൽ ഔട്ട്പുട്ടും ഇൻപുട്ടും തമ്മിൽ 360 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഉണ്ടാക്കണം. ഇവിടെ എങ്ങനെയാണ് 360 ഡിഗ്രി? അപ്പോൾ L2ലെ വോൾട്ടേജാണ് ഇൻപുട്ടായിട്ട് പോകുന്നത്.
L1 വോൾട്ടേജും L2 വോൾട്ടേജും തമ്മിൽ 180 ഫേസ് ഉണ്ട്. അപ്പോൾ L1 വോൾട്ടേജ് V1 ആണെങ്കിൽ V1 ഔട്ട്പുട്ടാണ്. L2 വോൾട്ടേജ് V2 ആണെങ്കിൽ ആ V2 ആണ് ഇൻപുട്ടായിട്ട് പോകുന്നത്, ഫീഡ്ബാക്കിൽ പാത്തിലൂടെ പോകുന്നത്. അപ്പോൾ അവ തമ്മിൽ 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഉണ്ട്. കാരണം ആ രണ്ട് കോയിലിൻ്റെ സെൻറ്റർ നമ്മൾ എർത്ത് ചെയ്തിരിക്കുകയാണ്, എർത്ത് കണക്റ്റഡാണ്. അപ്പോൾ നമുക്ക് L1 L2 ഇൻഡ്യൂസ് ചെയ്യുന്ന വോൾട്ടേജുകൾ, ഉണ്ടാകുന്ന വോൾട്ടേജുകൾ ഔട്ട് ഓഫ് ഫേസ് ആണ്. 180 ഡിഗ്രി ഫേസ് ഉണ്ട്. ട്രാൻസിസ്റ്റർ നമ്മൾ ഉപയോഗിക്കുന്നത് കോമൺ എമിറ്റർ കോൺഫിഗറേഷനാണ്. കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ ട്രാൻസിസ്റ്റർ അതിൻ്റേതായ 180 ഡിഗ്രി ഫേസ് ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിൽ ഉണ്ടാക്കും. അപ്പോൾ ടോട്ടൽ ഫേസ് ഷിഫ്റ്റ് 180 + 180 അതാണ് 360 ഡിഗ്രി. അപ്പോൾ അങ്ങനെ പറഞ്ഞതാണ്, ദാസ് ദർ ഈസ് 180 ഫേസ് ഷിഫ്റ്റ് ഇൻ ദി വോൾട്ടേജ് ബിറ്റ്വീൻ ദി ബേസ് ആൻഡ് കളക്ടർ ആൻഡ് ദിസ് അലോങ് വിത്ത് ദി original 180 degree phase shift in the feedback loop provides the correct phase relationship of positive feedback for oscillations to be maintained. The amount of feedback depends on the position of the tapping point, a center, L1 L2 center, tapping point of the inductor. If this is moved nearer to the collector, the amount of feedback is increased, but the output taken between the collector and the earth connection, earth is reduced, and vice versa. Resistors R1 and R2 provide the usual stabilizing DC bias. നമുക്കറിയാമല്ലോ, വോൾട്ടേജ് ഡിവൈഡർ ബയസിൻ്റെ എലമെൻറ്റുകളാണ് R1 R2. Bias for the transistor in the normal manner, while the capacitors act as DC blocking capacitors. ഒരു C1 ഒരു ഇൻപുട്ട് കപ്പാസിറ്ററും C2 ഔട്ട്പുട്ട് കപ്പാസിറ്ററും ഉണ്ട്. In this Hartley oscillator circuit, the DC collector current flows through part of the coil, and for this reason the circuit is said to be series fed. ഇതിനെ സീരീസ് ഫെഡ് സർക്യൂട്ട് എന്ന് വിളിക്കും. വിത്ത് ദി ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ ഓഫ് ദി ഹാർട്ട്ലി ഓസിലേറ്റർ be given as frequency equation F is 1 by 2 of LTC. LC എന്ന് പഠിച്ചാലും മതി. ഇവിടെ LT ടോട്ടൽ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇൻഡക്റ്റൻസ് ടോട്ടൽ, രണ്ട് കോയിലിൻ്റെയും ഇൻഡക്റ്റൻസ് ആണ് LT എന്ന് പറയുന്നത്. നമ്മൾ L എന്ന് പഠിച്ചാലും മതി. LC where L or LT is equal to L1 + L2 + 2M. L1 ഒന്നാമത്തെ കോയിലിൻ്റെ ഇൻഡക്റ്റൻസ്, L2 രണ്ടാമത്തെ കോയിലിൽ. L1 is the inductance of first coil, L2 that of second coil, and M is the mutual inductance between the two coils. എന്തുകൊണ്ടാണ് 2M എടുക്കുന്നത്? Why we take 2M? L1 L2 ആയിട്ട് ഒരു മ്യൂച്വൽ ഇൻഡക്ടൻസ് M ഉണ്ടാക്കും, L2 തിരിച്ച് L1 ആയിട്ട് മ്യൂച്വൽ ഇൻഡക്ടൻസ് M ഉണ്ടാക്കും. അങ്ങനെ 2M വരുന്നത്. You see the frequency equation. F is 1 by 2 pi root LTC, where LT is total inductance. Total inductance is L1 + L2 + 2M. L1 is the inductance of first coil, L2 the inductance of second coil, M is the mutual inductance between the two coils. Why we take 2M? Because L1 has mutual inductance with the L2 equal to M, and in the reverse L2 has mutual inductance with the L1, that is also M. M + M, 2M. That is why 2M is taken. In problems usually M is neglected. We take LT is equal to L1 + L2. Series resistors, series inductors, total value. Note, LT is the total cumulative coupled inductance if two separate coils are used, including their mutual inductance M. M and mutual inductance. The frequency of oscillations can be adjusted by varying the tuning capacitor. അവിടെ ഈ LCയിലെ കപ്പാസിറ്റർ ട്യൂണിങ് കപ്പാസിറ്റർ ആണെങ്കിൽ അത് ട്യൂൺ ചെയ്യാം. അതൊരു ഗാങ് കപ്പാസിറ്റർ ആണെങ്കിൽ നമുക്ക് ട്യൂൺ ചെയ്യാം കപ്പാസിറ്റർ സി, ഓർ ബൈ വേരിയിങ് ദി പൊസിഷൻ ഓഫ് ദി അയൺ ഡസ്റ്റ് കോർ. കോയിലകത്തൊരു ഇരുമ്പ് കോർ കാണാം, അത് തള്ളി മാറ്റിയാലും മതി. അയൺ ഡസ്റ്റ് കോർ ഇൻസൈഡ് ദി കോയിൽ. ഇൻഡക്റ്റീവ് ട്യൂണിങ്ങും കപ്പാസിറ്റി ട്യൂണിങ്ങും നമുക്ക് ഉപയോഗിക്കാം. മോസ്റ്റ് കേസസിൽ കപ്പാസിറ്റീവ് ട്യൂണിങ്ങാണ് ഉപയോഗിക്കുന്നത്. ഗിവിങ് ആൻ ഔട്ട്പുട്ട് ഓവർ എ വൈഡ് റേഞ്ച് ഓഫ് ഫ്രീക്വൻസീസ്, making it very easy to tune. Also, the Hartley oscillator produces an output amplitude which is constant over the entire frequency range. ഒരു കോൺസ്റ്റൻറ്റ് സ്റ്റെബിലിറ്റി ഉള്ള ഒരു ഓസിലേഷനാണ് തരുന്നത്. മിക്കവാറും എല്ലാ ഫ്രീക്വൻസി റേഞ്ചിലും ഇതിന് ഔട്ട്പുട്ട് തരാനായിട്ട് കഴിയും.
As well as the series fit Hartley oscillator above, it is also possible to connect the tank circuit across the amplifier as a shunt fed oscillator as shown below. ഒരു ഷണ്ട് ഫെൽറ്റ് ഓസിലേറ്റർ ആയിട്ട് ഉപയോഗിക്കാം. ഇപ്പോൾ ഷോൺ ബിലോ ആ പടം കാണിച്ചിട്ടില്ല നമ്മൾ. സീരീസ് ഫെൽറ്റ് മാത്രമല്ല ഷണ്ട് ഫെൽറ്റ് ഓസിലേറ്ററും ഉണ്ട്. അപ്പോൾ ഈ സെൻറ്റൻസ് ഇങ്ങനെ വായിച്ചാൽ മതി, ഇങ്ങനെ എഴുതിയാൽ മതി. ആസ് വെൽ ആസ് സീരീസ് ഫെൽറ്റ് ഹാർട്ട്ലി ഓസിലേറ്റർ എബോവ്, ഇറ്റ് ഈസ് ഓൾസോ പോസിബിൾ ടു കണക്ട് ഇത് ട്യൂൺഡ് ടാങ്ക് സർക്യൂട്ട് അക്രോസ് ദി ആംപ്ലിഫയർ ആസ് എ ഷണ്ട് ഫെഡ് ഓസിലേറ്റർ. അത്രയും മതി. ആസ് ഷോൺ ബിലോ വേണ്ട. ഇനി പ്രോബ്ലമാണ്. പ്രോബ്ലം ഒരു ടൈപ്പ് പ്രോബ്ലം മാത്രമേ ഉള്ളൂ, ഒറ്റ ടൈപ്പ് മാത്രമേ ഉള്ളൂ. പക്ഷെ അത് ചോദിക്കുന്നതാണെന്നുള്ള വിചാരത്തിൽ പഠിക്കണം. ഇതാണ് ഫസ്റ്റ് പ്രോബ്ലം. വാട്ട്സ് ദ ഫ്രീക്വൻസി ഓഫ് ഹാർട്ട്ലി ഓസിലേറ്റർ if total inductance is 100 μh and capacitance is 225 mu f മൈക്രോ ഫാരഡ് എന്നാണ്. 2 മൈക്രോയാണ് mu f എന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ അത് പൈക്കോ ഫാരഡ് എന്ന് പറയും, പി എഫ് എന്ന് പറയും. ഇവിടെ mu f എന്നാണ്. ഇപ്പം mu f എന്ന് പറഞ്ഞാൽ വെറുതെ കാര്യമൊന്നുമല്ല. 10⁻⁻6 ഇൻറ്റു 10⁻⁻6 ഇൻറ്റു 10⁻⁻6 2 പ്രാവശ്യം എടുക്കാൻ വേണ്ടി അങ്ങനെ തന്നിരിക്കുന്നത്. അല്ലെങ്കിൽ പി എഫ് തന്നാൽ മതി, പൈക്കോ ഫാരഡ് തന്നാലും മതി. 10⁻⁻12. അപ്പോൾ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി ഫ്രീക്വൻസി ഓഫ് എ ഹാർട്ട്ലി ഓസിലേറ്റർ ചേർക്കണം കേട്ടോ. ഓസിലേറ്റർ ഓഫ് ടോട്ടൽ ഇൻഡക്റ്റൻസ് ഈസ് 100 μh ആൻഡ് കപ്പാസിറ്റൻസ് 225 മൈക്രോ ഫാരഡ്. ആൻസർ F is 1/2π√LC. L ടോട്ടൽ ആകട്ടോ. L is given as 100 μh, 100 into 10⁻⁻6h. C is 225 mu f, that is 225 into 10⁻⁻12 mu micro, that is pico 10⁻⁻12 f. അപ്പോൾ ഇവിടെ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഒന്നും പറയാത്തത് കൊണ്ട് നമുക്ക് 2 ohm എടുക്കേണ്ട കാര്യമില്ല. അവർ 2 കോയിൽ സെപ്പറേറ്റ് പറഞ്ഞിട്ടുമില്ല. F is equal 1/2π√LC. ആ വാല്യൂ കൊടുക്കണം 1/2π into √100 into 10⁻⁻6. ആ മ്യൂ ഹെൻറി നമ്മൾ ഹെൻറി ആക്കുന്നതാണ്. മറ്റത് 225 into 10⁻⁻12. അത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യണം. അപ്പോൾ കിട്ടുന്ന ആൻസർ 10⁻⁸ into 18. അത് കിട്ടുന്നത് 1.061 into 10⁻6 ഹെർട്സ്, 1.061 മെഗാഹെർട്സ്. അപ്പോൾ ഞാൻ ഡിസ്കഷനിൽ പറഞ്ഞിരുന്നു ഹാർട്ട്ലി ഓസിലേറ്റർ ഉണ്ടാക്കുന്ന ഫ്രീക്വൻസി മെഗാഹെർട്സ് ഫ്രീക്വൻസിയാണ്. ഇവിടെ കിട്ടുന്നത് മെഗാഹെർട്സിലുള്ള ഉത്തരമാണ്. 1.061 മെഗാഹെർട്സ്. ദാറ്റ് ഈസ് ആൻസർ. അടുത്തൊരു പ്രോബ്ലം ഒരു ചെറിയ വ്യത്യാസത്തിലാണ്. എ ഹാർട്ട്ലി ഓസിലേറ്റർ സർക്യൂട്ട് ഹാവിങ് 2 ഇൻഡിവിജ്വൽ ഇൻഡക്റ്റേഴ്സ് 0.5 mH, രണ്ടെണ്ണം കേട്ടോ, each are designed to resonate in parallel with a variable capacitor that can be adjusted between 100 pf and 500 pf. Determine the upper and lower frequencies of oscillation and also the Hartley oscillator bandwidth. ഇതിൻ്റെ bandwidth കാണാം. 2 ഫ്രീക്വൻസി കാണാം, bandwidth കാണാം. 2 പ്രോബ്ലമാണ് കേട്ടോ ഇത്. 2 പ്രോബ്ലം. അതായത് 100 PFH ആദ്യം ചെയ്യണം, പിന്നെ 500 PFH രണ്ടാമത് ചെയ്യണം. ആ 2 ഉത്തരത്തിൻ്റെ വ്യത്യാസമാണ് ബാൻഡ് വിഡ്ത്ത്. ഒരു ഫ്രീക്വൻസി ഇപ്പോൾ സി കുറവാണെങ്കിൽ ഫ്രീക്വൻസി കൂടുതലായിരിക്കും, സി കപ്പാസിറ്റി കൂടുതലാണെങ്കിൽ ഫ്രീക്വൻസി കുറവായിരിക്കും. അപ്പോൾ 2 ഫ്രീക്വൻസി കണ്ടിട്ട് അതിൽ വ്യത്യാസം കണക്ക് കൂട്ടാനാണ്. ഫ്രം ദി എബോവ് വി ക്യാൻ കാൽക്കുലേറ്റ് ദ ഫ്രീക്വൻസി ഓസിലേഷൻ ബൈ ദി ഇക്വേഷൻ എഫ് ആർ എന്ന് എഴുതിയാൽ മതി. F is 1/2π√LTC. The circuit consists of 2 inductive coils in series, so the total inductance is given by LT is L1 plus L2, 0.5 mH plus 0.5 mH is equal to 1 amps. അപ്പോൾ ഇവിടെ പറയാൻ വിട്ടുപോയ ഒരു കാര്യം കൂടിയുണ്ട്. മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എം കൂടി തന്നിട്ടുണ്ടെങ്കിൽ അത് ഞാൻ പ്രത്യേകം പ്രോബ്ലമായിട്ട് തരുന്നില്ല, പറയുകയാണ് ഇവിടെ. മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എം കൂടി തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എൽ ടി പറയേണ്ടത് L1 plus L2 plus 2m.
ആ 2m കൂടി ഇതിൻ്റെ കൂടെ കൂട്ടി വേണം ഉത്തരം എഴുതാനായിട്ട്. അങ്ങനെയാണ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് തന്നിട്ടുണ്ടെങ്കിൽ ഇഫ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഇസ് ഗിവൺ ദെൻ ദ ഫോർമുല ബിക്കംസ് LT is L1 plus L2 plus 2m. In that case, you have to put m also and calculate the total inductance. Here it is, there is no mutual inductance. Therefore, the total inductance LT is equal to 1 mH, 1 into 10 raised to minus 3 Henry. ഇനി നമ്മൾ ഓരോ ഫ്രീക്വൻസി കണ്ടുപിടിക്കുകയാണ്. ആദ്യം അപ്പർ ഫ്രീക്വൻസി ആണെങ്കിൽ സി കുറവായിരിക്കണം. അങ്ങനെയല്ല, സി വരുന്ന ഡിനോമിനേറ്ററിലാണ്. So, for upper frequency, we take C as 100 PF. Therefore, MH is equal to M, frequency upper, high, 1 by 2 pi root of 1 MH into 100 PF. 1 by 2 pi 6.28 ചെയ്യാലും മതി. കറക്റ്റായിട്ട് പറയുമ്പോൾ 6.283 എന്ന് വരും. 28 എടുത്താലും മതി. ബൈ റൂട്ട് ഓഫ് 1 into 10 raised to minus 30. അത് മനസ്സിലായല്ലോ. 1 MH എന്ന് പറഞ്ഞാൽ 10 raised to minus 3. 100 PF എന്ന് പറഞ്ഞാൽ 10 raised to 100 into 10 raised to minus 12. അത് 10 raised to minus 10 എന്ന് വരും. മൈനസ് 10ഉം ഈ മില്ലിയുടെ 10 raised to minus 3 ആണ്. 10 raised to minus 13 അതായിരിക്കുന്നത്. അതൊരു കാൽക്കുലേറ്റർ ചെയ്യുമ്പോൾ നമുക്ക് 5032228 ഹെർട്സ് ഒരു 3 സ്ഥാനം മാറ്റുമ്പോൾ നമുക്ക് MH is 503 kHz. കറക്റ്റ് ചെയ്ത് പറഞ്ഞിരിക്കുക 503 kHz കിലോ ഹെർട്സ്. 3 സ്ഥാനം മാറ്റിയാൽ കിലോ ഹെർട്സ് കിട്ടും. ഇനി ലോവർ ഫ്രീക്വൻസി കാണാനായിട്ട് സിയുടെ ഉയർന്ന വാല്യൂ കൊടുക്കണം. അപ്പോൾ 1 by 2 pi root of 1 MH into 500 PF, അത് 5 into 10 raised to minus 30 എന്ന് കിട്ടും. അത് ചെയ്താൽ കിട്ടുന്ന ഉത്തരം FL ലോവർ ഫ്രീക്വൻസി 1 by 225 FL is 225 kHz. അപ്പോൾ 2 ഫ്രീക്വൻസി കിട്ടി. അപ്പോൾ ഹാർട്ട്ലി ഓസിലേറ്റർ ബാൻഡ് വിഡ്ത്ത് ദാറ്റ് ഇസ് FH minus FL. FH minus FL 503 minus 225 that is 278 kHz. ഇതാണ് പ്രോബ്ലം. ഈ ടൈപ്പ് പ്രോബ്ലമാണ് ചോദിക്കുന്നത്. അപ്പോൾ ഒന്ന് പഠിച്ചു കൊള്ളണം. ഓർത്തിരിക്കണം, മ്യൂച്വൽ ഇൻഡക്റ്റൻസ് കൂടി തന്നാൽ അങ്ങനത്തെ പ്രോബ്ലം ഉണ്ട്. നമുക്ക് എല്ലാം ചെയ്യേണ്ട കാര്യമില്ല, ഓർത്തിരുന്നാൽ മതി. മ്യൂച്വൽ ഇൻഡക്റ്റൻസ് കൂടി തന്നാൽ നമ്മൾ ഈ LT കാണുമ്പോൾ L1 plus L2 plus 2m എന്നുകൂടി എടുക്കണം. അതാണ് ഓർക്കേണ്ടത്. സോ ദി ആൻസർ 278 kHz, that is the bandwidth. That is all with your 21st lecture. We continue. Thank you.